ഹായ്, ക്രിസ്മസ് ആയിട്ട് പ്ലം കേക്ക് ഇല്ലെങ്കിൽ ഒരു രസമില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇത്തവണ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി പ്ലം കേക്കാണ്. ഇതിൽ നമ്മൾ മുട്ടയോ മൈദയോ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതാണ്. നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്ലം കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് നമുക്കത് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അടുത്തോളം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഞാൻ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, കറുത്ത ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഈന്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് ഓറഞ്ച് ജ്യൂസിലാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കുതിർക്കാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഓറഞ്ച് ജ്യൂസിന് പകരം നമുക്ക് വേണമെങ്കിൽ ആപ്പിൾ ജ്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ആയാലും ഉപയോഗിക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ഞാൻ ഓവർനൈറ്റാണ് സോക്ക് ചെയ്ത് വെക്കാൻ പോകുന്നത്. അതായത് രാത്രി മൊത്തം ഞാനിത് സോക്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ്. കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് മാത്രമേ പിന്നെ ഞാനിത് എടുക്കുകയുള്ളൂ കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കൊരു കാരമൽ സൊല്യൂഷൻ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ചെറുതായിട്ട് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താലാണ് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കളർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. വേറെ പണിയൊന്നും ചെയ്യാൻ നിൽക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പോളം വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് നമ്മുടെ കാരമലൊക്കെ കട്ട പിടിക്കും, പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഇനി ഇത് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഈ കാരമലൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നമ്മുടെ ആ വെള്ളത്തിനും ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടും. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ കാരമലൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമ്മുടെ ആ വെള്ളത്തിന് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. ഇനി ഞാൻ ഒരു ബൗളിൽ 2 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി അരിച്ചിട്ടാണ്, കട്ടയൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതായത് 1 കപ്പ് 250 ml ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് കറുകപ്പട്ട പൊടിച്ചത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയുടെ ഒപ്പം തന്നെ ഞാനിവിടെ 1 കരയാമ്പൂവും 1 ഏലക്കയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ തലേദിവസം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ആ ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ എടുത്ത് നമ്മുടെ നേരത്തെ വെച്ചിട്ടുള്ള നമ്മുടെ ആ ഗോതമ്പ് പൊടിയുടെ അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഫ്ലോറിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി വേറൊരു ബൗളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കാരമൽ സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/3 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/2 കപ്പിന് താഴെയും 1/4 കപ്പിന് മുകളിലായിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസോ ചെറുനാരങ്ങയുടെ നീരോ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത്
ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ആ ഗോതമ്പ് പൊടിയിൽ നിന്ന് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഫോക്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക നമ്മൾ. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ബാറ്റർ കിട്ടുക. നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സോസ് പാനോ എന്തെങ്കിലും എടുക്കുക. അതിൻ്റെ സൈഡും അടിയിലൊക്കെ നന്നായിട്ട് ഓയിൽ പരട്ടി കൊടുക്കുക. അതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് മൈദ ഒന്ന് തൂക്കി തട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മുടെ കേക്ക് ബാറ്റർ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു പഴയ പാൻ വെച്ചിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ അലുമിനിയത്തിൻ്റെ പ്ലേറ്റോ എന്തായാലും വെച്ചാൽ മതി. ഇതിന് മുകളിലായിട്ടാണ് നമ്മുടെ കേക്ക് ഒഴിച്ച പാത്രം അടച്ചതിന് ശേഷം ഞാൻ ഇറക്കി വെക്കാൻ പോകുന്നത്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 40 മിനിറ്റ് ആവുന്ന വരെ ഇത് തുറന്ന് നോക്കിയേ വേണ്ട കേട്ടോ. 40 മിനിറ്റിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇവിടെ എനിക്ക് ഏകദേശം ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻ്റെ കേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 1 മണിക്കൂറിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്യൂവറോ കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നല്ല ക്ലീനായിട്ട് വരണം. ക്ലീനായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ക്ലീനായിട്ട് വന്നുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളെ വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അതിന് വേണ്ടി ഒരു പ്ലേറ്റ് ഞാനിങ്ങനെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമഴ്ത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് തനിയെ അതിലേക്ക് വീണോളും. ഇനി നമുക്ക് ആ മുകളിലുള്ള ആ ബട്ടർ പേപ്പറും കൂടെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെറു ചൂടോട് കൂടിയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല തണുത്തതിന് ശേഷം കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ കുറച്ചൊന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കൊരു മാസം പ്രായമുള്ള മോനുള്ളതുകൊണ്ട് തന്നെ ഉറങ്ങുമ്പോൾ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കേക്ക് 2 ദിവസത്തിന് ശേഷം കഴിക്കാനായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം.